പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഞാൻ എൻ്റെ ഈ ആദ്യ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹിന്ദി ഭാഷയിലെ വിഭക്തി പ്രത്യയങ്ങളെക്കുറിച്ചാണ്. ഹിന്ദി ഭാഷയിൽ 8 വിഭക്തി പ്രത്യയങ്ങളാണുള്ളത്. നെ, കോ, സേ, ക, കെ, കി, മേം, പർ. അവയാണ് ഈ വിഭക്തി പ്രത്യയങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് നെയെ എടുക്കാം. നെ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെ ഭൂതകാലത്തിൽ മാത്രം ചേർക്കുന്ന ഒരക്ഷരമാണ്. ഉദാഹരണത്തിന് വ പ്ലസ് നെ ഉസ്നെ, എ പ്ലസ് നെ ഇനോനെ എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ആദ്യമുള്ള അക്ഷരത്തിൻ്റെ അർത്ഥം മാത്രമേ ലഭ്യമാകൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് ചേർക്കുന്നതിന് അർത്ഥമില്ല, നെയ്ക്ക് അർത്ഥമില്ലല്ലോ. അപ്പോൾ ആദ്യമുള്ള സർവനാമത്തിൻ്റെ അർത്ഥം മാത്രമേ നമുക്ക് ലഭ്യമാകൂ. അടുത്തത് കോയാണ്. കോ എന്ന് പറയുന്ന അക്ഷരത്തിന് ക്, ന്, നെ, എ എന്നാണ് അർത്ഥം. അതായത് ഇംഗ്ലീഷിൽ TO2 എന്ന് പറയുന്നു. ഉസ്കോ അവന്, ഉഷാക്കോ ഉഷയ്ക്ക്, കുത്താക്കോ നായയെ. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥമാണ് അതിന് കിട്ടുന്നത്. ഇത് ശരിയായ രീതിയിൽ നമ്മൾ അക്ഷരങ്ങൾ അർത്ഥം പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സാധ്യമാണ്. പിന്നീടുള്ളത് സേ എന്നുള്ള അക്ഷരമുണ്ട്, മേം എന്നൊരക്ഷരമുണ്ട്, പർ എന്നുള്ള അക്ഷരമുണ്ട്. ഈ മേം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ, ഉദാഹരണത്തിന് വെള്ളത്തിൽ മീനുണ്ട്, പാനി മേ മച്ചലി ഹേ. 2 ശബ്ദം കിട്ടിയതുകൊണ്ട് കാര്യമല്ല. മീന്, വെള്ളം, അതുകൊണ്ട് കാര്യമല്ല. വെള്ളത്തിൽ മീനുണ്ട് എന്നാണെങ്കിൽ പാനി മേ മച്ചലി ഹേ എന്ന് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. പർ, പക്ഷി, മരം കൊണ്ട് കാര്യമല്ല. മരത്തിൻ്റെ ചില്ലയിൽ ഡാലി പർ യാ പേട് പർ പക്ഷി ബൈഠത്താ ഹേ, പേട് പർ ചിടിയ ബൈഠത്തി ഹേ. അപ്പോൾ പർ എന്നുള്ളത് ഓൺ എന്നുള്ള അർത്ഥം കിട്ടുന്നു.